ചന്ദ്രവംശത്തിലെ രാജാവായിരുന്ന നഹുഷന്റെയും അശോകസുന്ദരിയുടെയും പുത്രനാണ് യയാതി. മഹാഭാരതത്തിലെ പ്രധാന വംശങ്ങളായിരുന്ന കൗരവരുടെയും യാദവരുടെയും പൂർവികരായിരുന്ന യദുവിന്റെയും പുരുവിന്റെയും പിതാവാണ് യയാതി. അസുര രാജാവായ വൃഷപർമ്മന്റെ മകളായ ശർമ്മിഷ്ഠയും അസുരഗുരുവായ ശുക്രാചാര്യന്റെ മകളായ ദേവയാനിയും അദ്ദേഹത്തിന്റെ പത്നിമാരായിരുന്നു. ഇന്ദ്രന് ദേവരാജപട്ടം നഷ്ടപ്പെട്ടപ്പോൾ മറ്റ് ദേവന്മാർ യയാതിയുടെ പിതാവായ നഹുഷനോട് സ്വർഗത്തിന്റെ അധിപനാവാൻ ആവശ്യപ്പെട്ടു. ദേവഋഷി ബൃഹസ്പതിയുടെ മാർഗദർശനത്താൽ നഹുഷൻ 100 വർഷത്തോളം ത്രിലോകങ്ങൾ ഭരിച്ചു. എന്നാൽ ദേവരാജപട്ടം നഹുഷനെ അഹങ്കാരിയാക്കി മാറ്റി. അയാൾ ആളുകളെ കഠിനമായി ശിക്ഷിക്കാൻ തുടങ്ങി. നഹുഷന്റെ ഈ പ്രവർത്തികളിൽ ക്രോധിതരായ സപ്തഋഷികൾ അവനെ നരകത്തിൽ സർപ്പമായി ജീവിക്കാനായി ശപിച്ചു. നഹുഷന് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ യതിക്കാണ് ചന്ദ്രവംശത്തിന്റെ രാജാവാൻ സ്ഥാനം ലഭിച്ചത്. എന്നാൽ യതി രാജസുഖം നിരസിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. യതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ യയാതിക്ക് രാജ്യഭാരം ലഭിച്ചു. ദേവയാനിയും ശർമ്മിഷ്ഠയുമായി യയാതിയുടെ കണ്ടുമുട്ടൽ. ശർമ്മിഷ്ഠയുടെ പിതാവായ വൃഷപർവന്റെ കൊട്ടാരത്തിലെ രാജഋഷിയായിരുന്നു ശുക്രാചാര്യ. അതിനാൽ തന്നെ ശർമ്മിഷ്ഠയും ദേവയാനിയും ചെറുപ്പം മുതൽ ഒരുമിച്ചാണ് വളർന്നത്. ഒരിക്കൽ ഇരുവരും കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ഇരുവർക്കുമിടയിലും തർക്കമുണ്ടായി. ദേഷ്യം വന്ന ശർമ്മിഷ്ഠ ദേവയാനിയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. കാട്ടിൽ നായാട്ടിന് വന്ന യതിയാണ് വെള്ളത്തിൽ വീണുകിടക്കുന്ന ദേവയാനിയെ കണ്ടത്. അദ്ദേഹം അവളെ അവിടെ നിന്നും രക്ഷിച്ചു. തന്നെ രക്ഷിച്ച ആ വീരയോദ്ധാവിനോട് ദേവയാനിക്ക് പ്രണയം തോന്നി. അവൾ അയാളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ദേവയാനി അസുരഗുരുവായ ശുക്രാചാര്യന്റെ പുത്രിയാണെന്നറിഞ്ഞപ്പോൾ യയാതി വിവാഹത്തിന് സമ്മതിച്ചു. അയാൾ ദേവയാനിയെയും കൊണ്ട് ശുക്രാചാര്യനെ കാണാൻ പോയി. ദേവയാനിയിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞ ശുക്രാചാര്യർ വളരെയധികം കോപിതനായി. വൃഷപർവൻ ശുക്രാചാര്യരുടെ മുന്നിലെത്തി തന്റെ പുത്രിയുടെ തെറ്റിന് ക്ഷമ ചോദിച്ചു. ദേവയാനിയെ അപമാനിച്ചതിന് പകരമായി ദേവയാനിയുടെയും യയാതിയുടെയും വിവാഹത്തിന് 1000 ദാസികളെ സമ്മാനമായി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദേവയാനി ആ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൾ ശർമ്മിഷ്ഠയെ തന്റെ ദാസിയായി ലഭിക്കണമെന്ന് പറഞ്ഞു. വേറെ വഴിയില്ലാതെ വൃഷപർവന് തന്റെ പുത്രിയെ ശർമ്മിഷ്ഠയുടെ ദാസിയാക്കേണ്ടി വന്നു. അങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി യയാതിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. യയാതിയുടെ കൊട്ടാരത്തിൽ വളരെയധികം കാലം ദേവയാനി അയാളുടെ പട്ടമർഷിയായി സന്തോഷപൂർവ്വം ജീവിച്ചു. ഇരുവർക്കും യദു, തുർവാസു എന്നു പേരുള്ള 2 പുത്രന്മാരും ജനിച്ചു. എന്നാൽ പതിയെ പതിയെ ശർമ്മിഷ്ഠയുടെ സൗന്ദര്യത്തിൽ യയാതി വീണു പോവുകയും ഇരുവർക്കുമിടയിൽ ഒരു രഹസ്യ പ്രണയം ഉടലെടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദേവയാനി യയാതി അറിയാതെ ശർമ്മിഷ്ഠയെ കാട്ടിലേക്ക് അയച്ചു. സത്യങ്ങൾ അറിഞ്ഞ യയാതി ശർമ്മിഷ്ഠയെ കാട്ടിൽ പോയി കാണുകയും അവളെ രഹസ്യമായി വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ബന്ധത്തിൽ അവർക്ക് ദൃഹു, അനു, പുരു എന്ന പേരിൽ 3 പുത്രന്മാരും ജനിച്ചു. ഒരിക്കൽ ശർമ്മിഷ്ഠയെ കാണാൻ കാട്ടിലേക്ക് പോയ യയാതിയെ പിന്തുടർന്ന ദേവയാനി ഇരുവരുടെ രഹസ്യബന്ധത്തെപ്പറ്റി അറിഞ്ഞു. ക്രോധിതയും ദുഃഖിതയുമായ ദേവയാനി തന്റെ പിതാവായ ശുക്രാചാര്യന്റെ മുന്നിലെത്തി. തന്റെ പുത്രിയെ യയാതി കബളിപ്പിച്ചു എന്നറിഞ്ഞ ശുക്രാചാര്യൻ യയാതിയുടെ യൗവനം നശിച്ച് വൃദ്ധനായി മാറട്ടെ എന്ന് ശപിച്ചു. എന്നാൽ ദേവയാനിയുടെ അപേക്ഷയിൽ ശുക്രാചാര്യർ യയാതിക്ക് ശാപമോക്ഷവും നൽകി. യയാതിയുടെ ഏതെങ്കിലും പുത്രന്മാരിൽ ഒരാൾ അവരുടെ യൗവനം യയാതിയുമായി വച്ചുമാറാൻ തയ്യാറായാൽ അയാൾക്ക് തന്റെ യൗവനം തിരികെ ലഭിക്കുമെന്നായിരുന്നു ആ ശാപമോക്ഷം. യയാതി ആദ്യം ചെന്നത് ദേവയാനിയിൽ തനിക്ക് ജനിച്ച തന്റെ ആദ്യ പുത്രന്മാരുടെ അടുത്തേക്കാണ്. എന്നാൽ അവരാരും തങ്ങളുടെ യൗവനം പിതാവുമായി വച്ചുമാറാൻ തയ്യാറായില്ല. പിന്നീട് യയാതി ശർമ്മിഷ്ഠയിൽ തനിക്ക് ജനിച്ച 2 പുത്രന്മാരുടെ അടുത്തേക്ക് ചെന്നു. ഇരുവരും യയാതിയുടെ അപേക്ഷ നിരസിച്ചു. ഒടുവിൽ യയാതി തന്റെയും ശർമ്മിഷ്ഠയുടെയും ഇളയ പുത്രനായ പുരുവിനെ കണ്ട് തന്റെ ദുഃഖം അറിയിച്ചു. പുരു ഒരു നിമിഷം പോലും ആലോചിക്കാതെ തന്റെ യൗവനം പിതാവുമായി വെച്ചുമാറാൻ തയ്യാറായി. അയാൾ തന്റെ യൗവനം പിതാവിന് നൽകി അദ്ദേഹത്തിന്റെ വാർദ്ധക്യം സ്വീകരിച്ചു. തന്നെ സഹായിക്കാൻ തയ്യാറാവാത്ത മറ്റു പുത്രന്മാരെ യയാതി കൊട്ടാരത്തു നിന്നും പുറത്താക്കി. തന്റെ കാലശേഷം യയാതി തന്റെ രാജ്യം പുരുവിന് നൽകി. പുരുവിന്റെ വംശമാണ് പിൽക്കാലത്ത് കുരുവംശം എന്ന പേരിൽ ഹസ്തിനാപുരം ഭരിച്ചത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ എഴുതിയും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം മഹാഭാരതം, രാമായണവുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കാനും അറിയാനുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.